ഇനി കാണാം പ്രവാസ ലോകത്തെ വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ NRI നിക്ഷേപങ്ങളിൽ വൻ വർധനവ്. ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ NRI നിക്ഷേപം 23% വർദ്ധിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 11 മാസങ്ങളിൽ പ്രവാസികൾ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 23.3% കൂടുതൽ ഫണ്ട് നിക്ഷേപിച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ. 2024 ഏപ്രിലിനും 2025 ഫെബ്രുവരിക്കുമിടയിൽ NRI നിക്ഷേപ ഒഴുക്ക് $14.55 ബില്യൺ. 2024 സാമ്പത്തിക വർഷത്തിലെ കാലയളവിൽ ഇത് $11.8 ബില്യൺ ആയിരുന്നു. ഫെബ്രുവരി അവസാനത്തോടെ കുടിശ്ശികയുള്ള മൊത്തം NRI നിക്ഷേപങ്ങൾ $160.33 ബില്യൺ ആയിരുന്നു. വിദേശ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് അക്കൗണ്ടുകളാണ് നിക്ഷേപങ്ങളുടെ വർധനവിന് കാരണമായത്. ഈ അക്കൗണ്ടുകളിൽ $6.75 ബില്യൺ നിക്ഷേപം ലഭിച്ചു. ഒരു വർഷം മുൻപ് രേഖപ്പെടുത്തിയ $5.53 ബില്യൺ കൂടുതലാണിത്. 2025 ഫെബ്രുവരി അവസാനത്തോടെ ഇതേ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച ആകെ തുക $32.49 ബില്യൺ. ദേശ കറൻസികളായി സൂക്ഷിക്കുന്ന ഈ നിക്ഷേപത്തിന്റെ കാലയളവ് 1 മുതൽ 5 വർഷം വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ 2 എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കുമെന്ന് സൗദി അറേബ്യ. ഊർജ്ജ മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും സൗദി. സംയുക്ത സംരംഭത്തിലൂടെയാണ് പദ്ധതി നടപ്പാക്കുക. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡർ സുഹേൽ അജാസ് ഖാൻ അറിയിച്ചതാണിത്. ചൊവ്വാഴ്ച രാത്രി ജിദ്ദയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്നാണ് എണ്ണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് തീരുമാനമായത്. ഇന്ത്യയിലെ ജമ്മു കാശ്മീർ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് മോദി ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു. വളർച്ചയെ മുരടിപ്പിക്കുന്ന US താരിഫ് നയങ്ങൾക്കെതിരെ ഇരു രാജ്യങ്ങളും സ്വന്തം സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നേതാക്കളുടെ കൂടിക്കാഴ്ച. 4 വർഷത്തിനിടെ ഏറ്റവും മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യ ഇപ്പോൾ നേരിടുന്നത്. എണ്ണ വിലയിടിവ് മൂലം സൗദി അറേബ്യ വീണ്ടും സമ്മർദ്ദത്തിലാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. 2019 സൗദി ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അതിൽ ഏകദേശം $10 ബില്യൺ പദ്ധതി മാത്രമാണ് യാഥാർത്ഥ്യമായത്. സൗദി സർക്കാരിന്റെ എണ്ണ കമ്പനിയായ ആരംകോയും വളരെ കാലമായി ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയം കണ്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം മെയ് 13 ആരംഭിക്കും. സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്ന് പ്രതീക്ഷ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. മെയ് 13 മുതൽ 16 വരെയാണ് സന്ദർശനം. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ 3 രാജ്യങ്ങളിലായിരിക്കും ട്രംപ് സന്ദർശിക്കുക. ശനിയാഴ്ച വത്തിക്കാനിൽ നടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിലും ട്രംപ് പങ്കെടുക്കും. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനമായിരിക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര. US വ്യാപാരത്തിനും നിക്ഷേപത്തിനുമായി $600 ബില്യൺ സമാഹരിക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് സൽമാൻ പറഞ്ഞിരുന്നു. 2017 പ്രസിഡന്റായ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ സന്ദർശനം സൗദിയിലേക്കായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ഭക്ഷണം, മരുന്ന് എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. രാജ്യത്തെ അതിർത്തികളിൽ കർശന പരിശോധന നടത്തുമെന്നും മുന്നറിയിപ്പ്. മക്കയിലെയും മദീനയിലെയും മുനിസിപ്പാലിറ്റികളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഭക്ഷണ കേന്ദ്രങ്ങളും മെഡിക്കൽ സ്ഥാപനങ്ങളും ആശുപത്രികളും കർശന നിരീക്ഷണത്തിലാക്കും. കൂടാതെ ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിലെ ഹജ്ജ് കാര്യ ഓഫീസുകളിൽ എത്തുന്ന വിവിധ ഉൽപ്പന്നങ്ങളും നിരീക്ഷിക്കും. പാചക തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ശില്പശാലകൾ സംഘടിപ്പിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ആരോഗ്യ നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷിതമായ ഭക്ഷണം നൽകുന്നതിനും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തും. സീസണിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വിപുലമായ സേവനങ്ങൾ നൽകുന്നതിനും സർക്കാർ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനുമുള്ള പരിപാടികളും സംഘടിപ്പിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിൽ വേനൽക്കാലത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചവിശ്രമം അനുവദിക്കും. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് ഈ തീരുമാനം. തുറസായ സ്ഥലങ്ങളിലെ ജോലികൾക്ക് 3 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയതായി സൗദി തൊഴിൽ മന്ത്രി യൂസഫ് ബിൻ അബ്ദുൾ ഹുസൈൻ ഖലഫ് പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് ജോലികൾക്ക് വിലക്ക്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഉച്ചവിശ്രമം നിലവിൽ വരിക. അതികഠിനമായ ചൂടിൽ പുറംജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യം കണക്കിലെടുത്താണ് ഉച്ചവിശ്രമം അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US
യുഎസിൽ ജനനനിരക്കിൽ വർധന. ഹിസ്പാനിക് ഏഷ്യൻ സമൂഹങ്ങളുടെ സ്വാധീനത്താലാണ് കഴിഞ്ഞ വർഷം ജനനനിരക്ക് കൂടിയത്. നാഷണൽ സെന്റർ ഫോർ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട താൽക്കാലിക ഡേറ്റ പ്രകാരമാണിത്. 2023 കഴിഞ്ഞ വർഷം യുഎസിലെ ജനനങ്ങളുടെ എണ്ണം 1% വർദ്ധിച്ചത്. ബ്ലൂംബർഗിന്റെ കണക്കനുസരിച്ച് ജനനനിരക്ക് 3,60,000-ലധികമാണ്. ഏഷ്യൻ സ്ത്രീകളിൽ ജനനനിരക്ക് 5%, ഹിസ്പാനിക് സ്ത്രീകളിൽ 4% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഈ വാർഷിക വർധന ഉണ്ടായിരുന്നിട്ടും യുഎസിലെ മൊത്തത്തിലുള്ള പ്രത്യുൽപാദന നിരക്ക് കുറവായിരുന്നു. 2007 മുതൽ ഇത് സ്ഥിരതയില്ലാതെ നീങ്ങുകയാണ്. 1971 മുതൽ കുറഞ്ഞ പ്രത്യുൽപാദനക്ഷമതയാണ് യുഎസിലുള്ളത്. നോർത്ത് കരോലിന, ടെക്സസ്, വാഷിംഗ്ടൺ, യൂട്ട എന്നിവിടങ്ങളിലാണ് ജനനനിരക്കിൽ വർധനവ്. എന്നാൽ ഇതിന് വിപരീതമായി 15 സംസ്ഥാനങ്ങളിലും കൊളംബിയ ഡിസ്ട്രിക്ട്, ലൂസിയാന, മിസിസിപ്പി എന്നിവിടങ്ങളിലെല്ലാം കുത്തനെ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.